ആരോ ഒരാൾ ഭാഗം 34. മമ്മി, ഞാൻ എല്ലാം എൻ്റെ തെറ്റാണ്, എൻ്റെ മാത്രം, റോഷൻ പുലമ്പി. അവൻ്റെ ആ പുലമ്പൽ കേട്ടപ്പോൾ വർഗീസ് ഒരു നിമിഷം തിരിഞ്ഞു നിന്നു. എൻ്റെ തീരുമാനം ജാസ്മിനെ റോഷൻ വിവാഹം കഴിക്കുക എന്നുള്ളത് മാത്രമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ അത് പറയണമെന്നില്ല. ഞാൻ ജാസ്മിനോട് സംസാരിച്ചു കഴിഞ്ഞു. അവൾക്ക് റോഷനുമായുള്ള വിവാഹത്തിന് സമ്മതമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇനി ഇവിടെ ഒരു ചർച്ച വേണ്ട. വർഗീസിൻ്റെ സ്വരം വല്ലാതെ കടുത്തിരുന്നു. ഡാഡി, ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കൂ. റോഷൻ കണ്ണീരോടെ അയാളെ നോക്കി. മോനെ റോഷ, മുൻപായിരുന്നുവെങ്കിൽ നീ പറയുന്നത് ഞാൻ കേട്ടേനെ. പക്ഷേ ഇപ്പോൾ അത് വേണ്ട. തന്നെയുമല്ല, ജാസ്മിനുമായി നിനക്കുണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റി നിനക്ക് എതിരഭിപ്രായമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ വർഗീസ്, അപ്പോൾ എൻ്റെ മോളെ ഞാൻ എന്ത് ചെയ്യണം? അതുകൂടി ഒന്ന് പറയാമോ? ഫെർണാണ്ടസിൻ്റെ സ്വരത്തിൽ ഒരു പിതാവിൻ്റെ നിസ്സഹായതയും വേദനയും നിറഞ്ഞു നിന്നിരുന്നു. താൻ കൂടി ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത്. ഇവിടെ ഇപ്പോൾ എൻ്റെ മുൻപിൽ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതമാണുള്ളത്. മെർലിൻ, അവളൊരു ഡോക്ടറാണ്, നല്ല ഭാവിയുള്ളവൾ. അവൾക്ക് മറ്റൊരു ബന്ധം കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസവുമില്ലല്ലോ. തന്നെയുമല്ല, റോഷൻ അവനൊരിക്കലും മെർലിനെ സ്നേഹിച്ചിരുന്നില്ല. അത് നമുക്കറിയാവുന്ന സത്യമല്ലേ. പിന്നെ എന്തിനാ ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിന് അവനെ നിർബന്ധിക്കുന്നത്? വർഗീസ് ഒട്ടും മയമില്ലാതെ പറഞ്ഞു. വർഗീസ്, നിങ്ങൾ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. മുൻപെന്തായിരുന്നു എന്നതല്ല, ഇപ്പോൾ അവർ തമ്മിൽ എന്താണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ ഇത് റോഷന്റെ ജീവിതമല്ലേ, അവനല്ലേ പറയേണ്ടത്. റോഷൻ പറയട്ടെ ജാസ്മിനെ വിവാഹം കഴിക്കണമെന്ന്. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുഞ്ഞുങ്ങളുടെ ജീവിതം തീരുമാനിക്കാൻ എന്തിൻ്റെ പേരിലാണെങ്കിലും എൻ്റെ മോളെ കരയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും ഉയർന്നിട്ടില്ലാത്ത ശോശയുടെ ശബ്ദമുയർന്നു. അവരുടെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. ഇവിടെ എനിക്ക് ആരുടെയും സമ്മതം ആവശ്യമില്ല. ജാസ്മിനെ ഞാൻ ഈ വീടിൻ്റെ മരുമകളായി മുൻപേ അംഗീകരിച്ചതാ. ബൈബിളിൽ പോലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുവൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന്. പിന്നെന്താ ഇവിടെ ഇപ്പോൾ? അല്ലെങ്കിൽ തന്നെ മെർലിനോട് ഇത്രയും സഹതാപം തോന്നാൻ അവൾ നിങ്ങളുടെ നിർത്ത്. എൻ്റെ മോളെപ്പറ്റി പറയാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. ഞങ്ങളുടെ മകളോട് ഞങ്ങൾക്കുള്ളത് സഹതാപമല്ല, നിറഞ്ഞ സ്നേഹം മാത്രമാണ്. അവൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ അതുപോലൊരു സംസാരം ഇനി ഇവിടെ ആവശ്യമില്ല. മേലിൽ എൻ്റെ മോളുടെ ഒരു കാര്യത്തിലും നിങ്ങൾ ആരും ഇടപെടാൻ പാടില്ല. ഞാനും എൻ്റെ മോളും ഇവിടേക്കൊരു ശല്യമായി കടന്നു വരാനും പോകുന്നില്ല. വർഗീസിൻ്റെ വാക്കുകളെ മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ അത് പറഞ്ഞിട്ട് ശോശ കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു. സൂസനും ഫെർണാണ്ടസും നിശബ്ദരായി പരസ്പരം നോക്കി. റോഷൻ ഒരു തേങ്ങലോടെ മമ്മിയുടെ നെഞ്ചിലേക്ക് വീണു. ദൈവമേ, എന്തിനീ പരീക്ഷണങ്ങൾ? ഇത്രയേറെ അനുഭവിക്കാനായി ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എൻ്റെ പാവം കുട്ടി, അവളെ ഞാൻ എങ്ങനെയാ ആശ്വസിപ്പിക്കേണ്ടത്? അതുകൂടി പറഞ്ഞിട്ട് പോ. ഫെർണാണ്ടസ് വേദനയോടെ ഈശ്വര സന്നിധിയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പതുക്കെ വീട്ടിലേക്ക് നടന്നു. അപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ ആ വീടിനോട് ചേർന്ന് നിന്ന പാതി മറച്ച ആ മുഖത്തിൻ്റെ കണ്ണുകൾ തിളങ്ങി. താൻ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു. ഒരിക്കലും സാധിക്കില്ലെന്ന് കരുതിയ കാര്യമാണ് സാധിച്ചിരിക്കുന്നത്. രണ്ടു കുടുംബങ്ങളുടെയും ഇടയിൽ ചെറിയൊരു വിള്ളൽ, അതുണ്ടാക്കാൻ തനിക്ക് സാധിച്ചിരിക്കുന്നു. അയാൾ വന്യമായി ഒന്ന് മുരണ്ടുകൊണ്ട് മതിൽ കടന്നു പുറത്തേക്ക് ചാടി. സച്ചിൻ്റെ മുറിയിലെ ക്രൂശിത രൂപത്തിൻ്റെ മുൻപിൽ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ മെർലിൻ ഇരുന്നു. നിർത്താതെ പെയ്യുന്ന കണ്ണുനീർ തുള്ളികളെ നിയന്ത്രിക്കാൻ അവൾ വല്ലാതെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നിനും സാധിക്കുന്നില്ല. താൻ വല്ലാതെ തളർന്നു പോകുന്നത് അവൾ അറിഞ്ഞു. എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇന്നുവരെ കണ്ട സ്വപ്നവും പ്രണയവും എല്ലാം തൻ്റെ കൈവെള്ളയിൽ നിന്നും ഊർന്നു പോയിരിക്കുന്നു. ഇനിയൊരു തിരിച്ചുവരവില്ല. ഈ വീടിൻ്റെ ഒരവകാശവും ഇനി തനിക്കില്ല. എല്ലാം എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഡാഡിയുടെ തീരുമാനത്തെ എതിർക്കാൻ റോഷന് മാത്രമല്ല മറ്റാർക്കുമാവില്ല. അത്രമാത്രം സ്നേഹം അവർ സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷെ ചിലതൊക്കെ ഹൃദയത്തിൽ നിന്നും പറിച്ചറിയാൻ തനിക്ക് സാധിക്കില്ല. ഒരു ജീവിതമുണ്ടെങ്കിൽ അത് അവനോടൊപ്പം മാത്രമാണ്. ഇല്ലെങ്കിൽ മരണം വരെ ഇതുപോലെ ഒരിക്കലും വിവാഹിതയാകാതെ ലോകത്തിനു വേണ്ടി ജീവിച്ചു തീർക്കണം. മനസ്സിൽ തീരുമാനങ്ങൾ ഉറപ്പിക്കുമ്പോൾ മെർലിൻ്റെ ചിന്തകൾ പല വഴികളും ചികയുകയായിരുന്നു. വേണമെങ്കിൽ മുൻപൊക്കെ പലരും തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു മാർഗം തനിക്കും സ്വീകരിക്കാം. കർത്താവിൻ്റെ മണവാട്ടി എന്ന മാർഗം. ദൈവത്തിന് വേണ്ടത് പരിശുദ്ധമായ മനസ്സാണ്. തൻ്റെ ശരീരത്തിന് വിശുദ്ധിയുണ്ട്,
പക്ഷേ മനസ്സിന് അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. തൻ്റെ മനസ്സിൽ എന്നും തൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഒരു പുരുഷനുണ്ടായിരുന്നു. അവനെ ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്നും പറിച്ചു കളയാൻ തനിക്ക് ആവുകയുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മൂടുപടമണിയാൻ മെർലിൻ തയ്യാറല്ല, അവൾ സ്വയം പറഞ്ഞു. ഈ ജീവിതം ആർക്കെങ്കിലും വേണ്ടി ഉപകാരപ്പെടുന്നെങ്കിൽ അങ്ങനെ ഉപകാരപ്പെടട്ടെ. സച്ചുവേട്ടൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തിയാൽ ആ നിമിഷം ട്രൈബൽ സേവനത്തിന് മാത്രമായി തൻ്റെ ജീവിതം മാറ്റിവെക്കണം. ഒടുവിൽ അങ്ങനെ ഒരു തീരുമാനത്തോടെ അവൾ തളർന്ന് സച്ചുവിൻ്റെ കട്ടിലിലേക്കിരുന്നു. കഠിനമായ ആ ദിവസത്തിൻ്റെ ക്ഷീണത്താൽ പുലർച്ചെ എപ്പോഴോ അവൾ മെല്ലെയൊന്ന് മയങ്ങി തുടങ്ങി. എന്തോ ഒന്ന് അസ്വസ്ഥതപ്പെടുത്തി തുടങ്ങിയപ്പോഴാണ് അവൾ പതുക്കെ കണ്ണു തുറന്നു നോക്കുന്നത്. ഫോണിൻ്റെ വൈബ്രേഷൻ ശബ്ദമാണ്. റൂമിലെ ക്ലോക്കിൽ സമയം നോക്കുമ്പോൾ പുലർച്ചെ 6:30 കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ ആരായിരിക്കുമാവോ ഈ സമയത്ത്? അവൾ ഫോണിലേക്ക് നോക്കി. ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കണ്ട മുഖം അവളിൽ അല്പം ഒരാശ്വാസം പരത്തി. ഒന്നും ആരും അറിയാൻ പാടില്ല. മെർലിൻ്റെ സങ്കടങ്ങൾ അവളുടെ മാത്രമാണ്. അതിൽ മറ്റാരും പങ്കാളികളാകേണ്ട കാര്യവുമില്ല. ശബ്ദത്തിൽ പരമാവധി സന്തോഷം നിറച്ചുകൊണ്ട് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. മെർലിൻ, വാതിൽ തുറക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കണം. പുറത്തുനിന്നും റോഷന്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നു. ആ ശബ്ദത്തിന് ചെവി കൊടുക്കാതെ അവൾ സംസാരം തുടർന്നു. ഏകദേശം അരമണിക്കൂറിന് ശേഷം മറുവശത്തു നിന്നും കേൾക്കുന്ന വർഗീസിന്റെ വാക്കുകളെ അവൾ ശ്രദ്ധയോടെ കേട്ടു. അതുവരെ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന ഭാവം മാറി. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. മുഖം കഴുകി ഒന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും റോഷന്റെ തളർന്ന ശബ്ദം വാതിലിന് പുറത്തുണ്ടായിരുന്നു. റോഷൻ, അവൻ പാവമാണ്. പക്ഷേ ഇപ്പോൾ അവനെ വേദനിപ്പിക്കാതെ മറ്റു നിവൃത്തിയൊന്നുമില്ല. ഈ കുടുംബത്തിന് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെക്കണം. അതാണ് ഈശ്വര നിശ്ചയം. ഒരു തരത്തിലും ആർക്കും പിടികൊടുക്കരുത്. എൻ്റെ സങ്കടം ആരും തിരിച്ചറിയാനും പാടില്ല. സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ വാതിൽ തുറന്നു. എന്താ വേണ്ടത്? ഞാനൊരു കോളിലായിരുന്നു. അല്പം ദേഷ്യത്തോടെ യാതൊരു മയവുമില്ലാതെ ചോദിക്കുന്നവളെ നോക്കി റോഷൻ പ്രതിമ പോലെ നിന്നു. മെർലിൻ, എൻ്റെ ഇഷ്ടം? ഇതുവരെ എവിടെയായിരുന്നു നിന്റെ ഇഷ്ടം? അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. റോഷൻ, ഇത് നീ അനുഭവിക്കേണ്ട വിധിയാണ്. ഒരിക്കൽ നീ എനിക്ക് സമ്മാനിച്ച ഒരു വേദന ഓർക്കുന്നുണ്ടോ? ആ വേദനയ്ക്ക് എന്തെങ്കിലും ഒരു സമ്മാനം നിനക്ക് തരണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇതിനെ അതുപോലെ കണക്കാക്കിയാൽ മതി. ശിക്ഷ കുറച്ച് ഓവറായിപ്പോയി, അതെനിക്കറിയാം. ജാസ്മിനുമായി ഒരു വിവാഹ ജീവിതം തുടങ്ങുമ്പോൾ ഞാൻ തരുന്ന വലിയൊരു സമ്മാനമായി അതിനെ കണ്ടാൽ മതി. പ്രണയത്തിന് ഒരു വലിയ കുഴപ്പമുണ്ട് റോഷൻ. ഒരിക്കൽ വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നൊരിക്കലും അതിൻ്റെ തീവ്രതയോടെ പങ്കാളിയെ സ്നേഹിക്കാൻ ഒരു പെണ്ണിനുമാകില്ല. അവളുടെ വാക്കുകൾ തീമഴയായി പെയ്യുമ്പോൾ ആ തീയിൽ താൻ ഇല്ലാതായി തീരുന്നത് പോലെ റോഷന് തോന്നി. അപ്പോൾ പിന്നെ ഈ നിമിഷം വരെ തങ്ങൾക്കിടയിൽ സംഭവിച്ചതെല്ലാം എന്തായിരുന്നു? എല്ലാം അഭിനയമായിരുന്നോ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എവിടെയോ എന്തൊക്കെയോ തകിടം മറിയുന്നുണ്ട്. ആരൊക്കെയോ എവിടെയോ ഇരുന്ന് പാവകളി നടത്തുമ്പോൾ അവിടെ വെറും കളിപ്പാവുകൾ മാത്രമായി താൻ മാറിപ്പോകുന്നു. റോഷൻ തളർച്ചയോടെ നിലത്തേക്കിരുന്നു. മോളെ, തനിക്ക് മുന്നിലൂടെ പുറത്തേക്ക് നടക്കുന്ന മെർലിനെ സൂസൻ വിളിച്ചു. എന്താ മമ്മി, എന്തിനാ സങ്കടപ്പെടുന്നത്? ഡാഡിയുടെ തീരുമാനം അതാണ് നല്ലത്. നമ്മൾ എപ്പോഴും അങ്ങനെയല്ലേ? പതിവ് പോലെ എല്ലാം നമുക്ക് വിട്ടുകൊടുക്കാം. തന്നെയുമല്ല, ഞാൻ ഈ കുടുംബത്തിന് യോജിച്ച മരുമകൾ ആകുന്നത് എങ്ങനെയാ? ജാസ്മിന് സ്വന്തമായി മാതാപിതാക്കളെങ്കിലുമുണ്ട്. എനിക്കോ അതുമില്ല. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന എന്നെ ഇത്രകാലം സ്നേഹിച്ചു കൊണ്ടു നടന്നത് തന്നെ വലിയ കാര്യം. ഇപ്പോഴത്തെ സങ്കടങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അവസാനിക്കും. നാളെ നമ്മളെയും കാത്ത് എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങളും ഉണ്ടാകും. മെർലിൻ്റെ വാക്കുകൾ അസ്ത്രം പോലെ സൂസന്റെ ഹൃദയത്തിൽ പതിച്ചു. മെർലിൻ പതുക്കെ വീട്ടിലേക്ക് നടന്നു. ഇടയ്ക്ക് അവളൊന്ന് തിരിഞ്ഞു നോക്കി. എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് താൻ പടിയിറങ്ങുന്നു. ഇനിയൊരു തിരിച്ചുവരവില്ല. അവളുടെ മനസ്സ് അവളോട് മന്ത്രിച്ചു. എത്ര തടഞ്ഞു നിർത്തിയിട്ടും 2 തുള്ളി കണ്ണുനീർ അവളുടെ കവിളുകളെ നനച്ചുകൊണ്ട് താഴേക്ക് പതിച്ചു. മോളെ, ഇത് ജീവിതമാണ്. ഓരോ മനുഷ്യനും ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട ഒരു വിധിയുണ്ട്. അതൊക്കെ നമ്മൾ അനുഭവിച്ചു തന്നെ തീർക്കണം. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമായി കരുതിയാൽ മതി. സെറ്റിയിൽ തളർന്നിരുന്ന മകളുടെ തലയിൽ തലയൊഴുക്കൊണ്ട് ഫെർണാണ്ടസ് പറഞ്ഞു. ഡോണ്ട് വറി ഡാഡി. ഡാഡിയുടെ മോൾക്ക് യാതൊരു സങ്കടവുമില്ല. ചില മോഹങ്ങളൊക്കെ അതിരുവിട്ടു പോയോ എന്നൊരു സംശയം. അതിന് കിട്ടിയ ഒരു കുഞ്ഞു ശിക്ഷ. ഐ എം ഫൈൻ. അവളുടെ വാക്കുകളിൽ കടുപ്പം നിറഞ്ഞിരുന്നു. അതൊക്കെ പോട്ടെ. ഞാൻ ഹരിയെ വിളിച്ചിട്ടുണ്ട്. അവൻ ഇപ്പോൾ വരും.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ചാവണമെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൊച്ചൊരു യാത്ര, അവനോടൊപ്പം 2 ബിയർ. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി കഴിയുമ്പോൾ ഈ സങ്കടമൊക്കെ അങ്ങ് പോകില്ലേ? തനിക്ക് ശീലമില്ലാത്ത വാക്കുകൾ കൊണ്ട് ചുറ്റുമുള്ളവരെ ആശ്വസിപ്പിക്കുകയായിരുന്നു അവൾ. അവളുടെ ആ വാക്കുകൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയല്ല ചെയ്തത്. നെഞ്ചിലൊരു ആണിയടിക്കുന്ന വേദനയോടെ അദ്ദേഹം കണ്ണുകൾ അടച്ച് സെറ്റിയിലേക്ക് ചാഞ്ഞു കിടന്നു. അപ്പോഴേക്കും പുറത്ത് ഏതോ വാഹനത്തിൻ്റെ ഹോൺ ശബ്ദം മുഴങ്ങി. ഡാഡി, ഹരി എത്തിയെന്ന് തോന്നുന്നു. പിന്നെ എന്നെ അന്വേഷിക്കേണ്ട, ഞാൻ ചിലപ്പോൾ 2 ദിവസത്തേക്കിന് അവനോടൊപ്പമായിരിക്കും. ഫോൺ വിളിയും വേണ്ട കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ലോകം കെട്ടിപ്പടുക്കണം. ഇത്രയും കാലം മറ്റാർക്കോ വേണ്ടി ജീവിച്ചു, ഇനിയെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ജീവിക്കണം. അത്യധികം ഉത്സാഹത്തോടെ തൻ്റെ കവളിൽ ഒരു ഉമ്മയും തന്നു പുറത്തേക്ക് നടക്കുന്ന മകളെ നോക്കി ആ പിതാവ് അത്ഭുതപ്പെട്ടു. ശരിക്കും അവൾ സന്തോഷവതിയാണോ? അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വർഗീസ് പറഞ്ഞതായിരിക്കാം ശരി, റോഷനും അവളും തമ്മിൽ. എന്തു തന്നെയാണെങ്കിലും അവൾ എപ്പോഴും സന്തോഷമായിരിക്കണം. ആ പിതാവ് മനസ്സുകൊണ്ട് അവളെ അനുഗ്രഹിച്ചു. ഡാ, നമുക്കൊരു ട്രിപ്പ് പോയാലോ? ബ്രേക്ക്ഫാസ്റ്റ് ആകാശം തൊടുന്ന ഏതെങ്കിലും മലമുകളിൽ. എങ്ങനെ? സ്വയം നിയന്ത്രിക്കാൻ പാടുപെട്ടുകൊണ്ട് ഹരിയുടെ വണ്ടിയുടെ പുറകിൽ കയറുമ്പോൾ അവൾ കുസൃതിയോട് ചോദിച്ചു. അതൊക്കെ പിന്നീട് ഒരു ദിവസം. ഇപ്പോൾ എനിക്ക് നിന്നോട് അത്യാവശ്യമായി ചില കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ചില സംശയങ്ങൾ, അത്രമാത്രം. തന്നോട് ചേർന്നിരുന്ന അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ഹരി പറഞ്ഞു. ശരി ശരി, വണ്ടി വിടും മോനെ ദിനേശ. അവൻ്റെ തോളിൽ പതുക്കെ തട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. ഹരിയുടെ ബുള്ളറ്റിൻ്റെ പുറകിൽ അവൻ്റെ തോളിൽ തല ചായച്ചിരിക്കുന്ന മെർലിനെ ദൂരെ നിന്ന് റോഷൻ കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ നെഞ്ചു തകർന്നു. കണ്ണുകൾ നിർത്താതെ പെയ്തു. ഇല്ല, ഞാൻ കാണുന്നതൊന്നും സത്യമല്ല. എൻ്റെ മുൻപിൽ നടക്കുന്നതൊക്കെ സ്വപ്നങ്ങൾ മാത്രം. മെർലിൻ അവൾ എൻ്റേതാണ്. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൻ്റെ മനസ്സ് പുലമ്പി. ഒരു തമാശ പോലെ മാത്രം തുടങ്ങിയതാണ് ജാസ്മിനുമായുള്ള ബന്ധം. പിന്നീട് കൂടുതൽ അടുത്തപ്പോൾ, അവളുമായി ഏറെ സംസാരിച്ചപ്പോൾ, അവളുടെ കഥകൾ കേട്ടപ്പോൾ അവളോട് അല്പം സിമ്പതി തോന്നിപ്പോയി. അതുകൊണ്ട് മാത്രം അവളെ കൂടെ കൂട്ടാൻ തീരുമാനമെടുത്തവനാണ് താൻ. പക്ഷേ ആ തമാശയ്ക്ക് തൻ്റെ ജീവൻ്റെ വിലയുണ്ടെന്ന് ഒരിക്കൽ പോലും കരുതിയില്ല. ജീവിതത്തിൽ തകർന്നുപോയ അവസ്ഥയിൽ മാത്രമാണ് മെർലിനോടുള്ള സ്നേഹം താൻ തിരിച്ചറിഞ്ഞത്. ഇനിയൊരിക്കലും തനിക്ക് വേറൊരാളെ സ്നേഹിക്കാനാകില്ല. മെർലിൻ, അവൾ എനിക്ക് ജീവൻ്റെ ജീവനാണ്. റോഷൻ നിയന്ത്രണം വിട്ട് വാവിട്ട് കരഞ്ഞു. റോഷൻ, ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നീ വണ്ടി എടുക്കേണ്ട, എന്നോടൊപ്പം വന്നാൽ മതി. രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകാനായി റെഡിയായി നിന്ന റോഷനെ നോക്കി വർഗീസ് പറഞ്ഞു. എന്തിന്? നമുക്കങ്ങനെ ഒരു പതിവില്ലല്ലോ. ഇന്ന് ഉച്ച കഴിയുമ്പോഴേക്കും ജാസ്മിനെ ഡിസ്ചാർജ് ചെയ്യും. അതുവരെ നീ അവൾക്കൊപ്പം ഉണ്ടാകണം. കുറച്ചു നേരം ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള അനിഷ്ടങ്ങൾ മാറും. എനിക്ക് അതിനൊന്നും സമയമില്ല. അത്യാവശ്യം ചില ഓഫീസ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഇഷ്ടത്തിന് ഇവിടെ എന്താ വിലയുള്ളത്? വർഗീസിൻ്റെ വാക്കുകൾക്ക് മറുവാക്കുകൾ പറയുമ്പോൾ റോഷൻ്റെ ശബ്ദമിടറി. എന്തത്യാവശ്യമുണ്ടെങ്കിലും ജാസ്മിൻ കഴിഞ്ഞിട്ട് മതി. വർഗീസിൻ്റെ ശബ്ദം എന്തെന്നില്ലാത്ത കഠിനമായിരുന്നു. ആ വാക്കുകൾക്ക് മുൻപിൽ റോഷൻ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരുന്നു. താനും മെർലിനും മാത്രമുള്ള സുന്ദര നിമിഷങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എത്ര പെട്ടെന്നാണ് എല്ലാം ഇല്ലാതായത്. റോഷൻ മരിച്ചിരിക്കുന്നു. ഹോളിൽ മാലയിട്ട് വെച്ചിരുന്ന ജ്യേഷ്ഠൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി അവൻ സ്വയം പറഞ്ഞു. താനൊരു റോബോട്ടായി മാറുന്നത് റോഷൻ അറിയുകയായിരുന്നു. അപ്പൻ്റെ നിർദ്ദേശമനുസരിച്ച് മാത്രം ചലിക്കുന്ന ഒരു റോബോട്ട്. സച്ചുവിനോടൊപ്പം പോയാൽ മതിയായിരുന്നു. എന്തിനീ ജീവിതം? വർഗീസിനൊപ്പം ആശുപത്രിയിലേക്ക് പോകുമ്പോൾ റോഷൻ്റെ ചിന്തകൾ ആ വഴിക്കായിരുന്നു. വാഹനത്തിൽ നിന്നിറങ്ങി ഒരു പ്രതിമ പോലെ തൻ്റെ മുൻപിൽ നടന്നു നീങ്ങുന്ന മകനെ നോക്കി വർഗീസ് നെടുവേർപ്പെട്ടു. ആരോ ഒരാൾ തുടരും. കൂട്ടുകാരെ, നമ്മുടെ കഥ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുതേ. അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.